കുറേ നാളുകൊണ്ട് എൻ്റെ ചേട്ടൻ വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷേ നടക്കത്തില്ല. എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും കാര്യമൊക്കെ കാണുമായിരുന്നു. ആദ്യം നമ്മളിവിടെ വന്നപ്പോൾ അവിടെ ക്യാഷ് അലൗഡേ ഉള്ളൂ, ജിപേ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോയി ഞങ്ങൾ. പിന്നെ ഇപ്പോൾ രണ്ടാമത് തവണ വന്നപ്പോൾ ഇന്ന് ജിപേ ഉള്ളൂ, ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഇന്ന് കണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയി ക്യാഷ് ജിപേയിലാക്കിയിട്ട് നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയേക്കാണ്. ആൾ ടിക്കറ്റൊക്കെ എടുത്ത് എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് വരികയാണ് ആൾ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ അകത്തോട്ട് പോവാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ എൻട്രൻസ്. അപ്പോൾ ആൾ അവിടെ ഇവിടെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. പക്ഷേ നമ്മളിവിടെ ഞാൻ പഠിച്ചൊക്കെ ഇതിൻ്റെ അടുത്താട്ടോ, ഇതിൻ്റെ അടുത്തൊരു കോളേജിലാണ്, കോന്നിയിൽ. അപ്പോൾ എനിക്കിതൊന്നും ഒരു പുതുമയില്ല, ആൾക്കിതെല്ലാം പുതുമയാണ്. ആളിതെല്ലാം കണ്ടും നോക്കിയും വായിച്ചുമൊക്കെ പയ്യെ കയറി വരിക. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ എൻട്രൻസ് കയറി. അപ്പം എല്ലാം പയ്യെ നോക്കിയും വായിച്ചും ഒക്കെയാണ് വരുന്നത്. ബിക്കോസ് അവൻ നല്ലൊരു ആനപ്രാന്തനാണ്. നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കര ആന. എവിടെ ആനയുണ്ടെങ്കിലും ഉത്സവത്തിനും ഫസ്റ്റ് പോകാൻ നിൽക്കും ചേട്ടൻ. അപ്പോൾ ഇത് ആന മരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് ഞാൻ ഇത്രയും നാളിവിടെ വന്നാൽ നമ്മൾ ചുമ്മാ കറങ്ങി അടിച്ചൊക്കെ പോകത്തുള്ളൂ. പക്ഷേ എന്തുവാ ഏതാ എന്നൊന്നും നോക്കത്തില്ല. പക്ഷേ ഇന്ന് പോയപ്പോൾ ഓരോന്ന് അവിടുത്തെ ഓരോ മരം തൊട്ട് ആനകളുടെ അത് തൊട്ട് ഇത് വരെ ചേട്ടൻ പറഞ്ഞു തരുമായിരുന്നു. എനിക്കാണ് ഇതൊന്നും ലെവലേശം അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ നിന്ന് ബുദ്ധനിരുന്ന മരം എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ ഇതെല്ലാം വന്നു പിന്നെ ചുമ്മാ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയല്ലേ, വെറുതെ വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെയൊക്കെ വീഡിയോ പിടിച്ച് നടക്കുകയായിരുന്നു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ. ഇവിടെ 10 തവണ കയറി ഇറങ്ങി എൻ്റെ അടുത്താണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ആനയെ കാണാൻ കയറി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തു പറയാനാണ്, എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ബോറാണ്. കാരണം വന്ന് മടുത്ത് ഇങ്ങനെ വന്ന് കണ്ടത് പിന്നെയും കാണുമ്പോൾ എനിക്കിപ്പോൾ എത്ര ഇതൊന്നുമില്ല. പക്ഷേ ചേട്ടൻ ആനയെന്ന് പറഞ്ഞ് ചത്ത് കിടക്കുന്നുണ്ട്, സഹിച്ച് ഞാൻ കൂടെ പോവുകയാണ്. ചേട്ടൻ എന്നെയും കളഞ്ഞിട്ട് ആനയെ നോക്കി ചേട്ടൻ്റെ പാട്ടിന് പോയി. ഞാൻ പിന്നെ വീഡിയോ എടുത്ത് അങ്ങനെ അവിടെ നോക്കി ഇവിടെ നോക്കി ഞാൻ ഇരിക്കുകയല്ല. അത് ഞാനെന്ത് ചെയ്യാനാ. ഇവിടെ ഞങ്ങൾ പണ്ട് വരുമ്പോൾ ഒരു ഡാൻസ് കളിക്കുമായിരുന്നു ഇവിടെ ഈ ഭാഗത്ത് നിൽക്കുന്നവരെ. പക്ഷേ ഇപ്രാവശ്യം കാണുന്നില്ല. മേളിലൊരാനയും ഡാൻസ് കളിക്കുന്നതല്ലാതെ ഇത്തവണ ഞാൻ കണ്ടില്ല. അപ്പം ഞാനിവിടെ വീഡിയോ ഷൂട്ട് ചെയ്ത് ചേട്ടനെ നോക്കി കാണുന്നില്ല. എന്തോ മേളിലുണ്ട് ആളതെല്ലാം കണ്ട് ആസ്വദിച്ച് പയ്യെ വരികയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും കുട്ടിയാന കേട്ടോ. 13 വയസ്സേ ഉള്ളൂ. കൃഷ്ണ എന്ന പേര്. എനിക്കാണെങ്കിൽ ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാനും എടുക്കാനും ഒക്കെ. എൻ്റെ ചേട്ടനതൊന്ന് നോക്കി വായും പൊളിച്ച് അതിൻ്റെ കീഴെ നിൽപ്പുണ്ട് ആൾ. എന്ത് ഭംഗിയാണ്. ഞങ്ങളെല്ലാം കണ്ടിട്ട് താഴെ ഇനി മ്യൂസിയവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറാനായിട്ട് പോവുക. അപ്പോൾ ഇത് അവിടുത്തെ പ്രധാന നല്ലൊരു ആംബിയൻസ് ആട്ടോ. ഇവിടെ വന്നിരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്തോ 3D തിയേറ്റർ എന്തോ ഉണ്ട്. ഞാൻ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ആ സമയം ഫോണിലൊരു കോൾ വന്ന കാരണം എനിക്ക് വീഡിയോ കാര്യമൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോൺ നേരെ മാറ്റി വെച്ച്. ആലുവ മണപ്പുറത്ത് പോലും കണ്ട പരിചയം കാണിക്കാതാണ് ചേട്ടൻ എന്നെ കളഞ്ഞിട്ട് പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോയെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വന്ന മ്യൂസിയത്തിലോട്ടാണ്. ഇത്രയും നാൾ ഞാൻ വന്നിട്ട് ഇതുവഴി കയറി അതുവഴി ഇറങ്ങിപ്പോകുന്നതല്ലാതെ ഞാൻ ഇതുവരെ ഇതിനകം ശരിക്കും കണ്ടിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. ഇനി പിന്നെ ഒരു ആനപ്രാന്തൻ്റെ കൂടെ വന്നതുകൊണ്ട് മാത്രം ഇതും ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ചേട്ടൻ എവിടെയോ പോയി. ഞാൻ പിന്നെ കിട്ടി. ഇതാണ് ഇവിടുത്തെ ആനയുടെ സ്കെൽറ്റ് കേട്ടോ. അപ്പം അതും കണ്ട് ഇവിടെ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നാണ് ഇവിടെ എല്ലാം ശരിക്കും കാണുന്നത് ശ്രദ്ധിക്കുന്നതും ഒക്കെ. അവിടെയൊക്കെ ആനകളുടെ എന്തൊക്കെയോ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ആനയുടെ പല്ലും അതിൻ്റെ അപ്പുറം മുട്ടുചിരട്ട ഒക്കെ ഉണ്ട്. ഞാനിതൊക്കെ സത്യം പറഞ്ഞാൽ ഇത്ര നാളായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വന്നിട്ട് ഞാൻ ചുമ്മാ ആനയുടെ സ്കെൽറ്റ് ഇരിക്കുന്നത് മാത്രം കാണും, ബാക്കിയെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് പോകത്തുള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളിതൊക്കെ ശരിക്കും കാണുകയും പഠിക്കുകയും ചെയ്യേണ്ട ഓരോ കാര്യങ്ങളല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നാണത് മനസ്സിലായത്. അപ്പോഴുള്ള ഓരോ കാര്യങ്ങളും എല്ലാം ഞാൻ അന്നാണ് ശരിക്കും കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു സൗണ്ട് സിസ്റ്റം പോലുള്ളിടത്തോട്ടാട്ടോ പോകുന്നത്. അവിടെ ഉള്ള ജീവികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചു തരും.
ഒരു പെയിൻറ്റിങ് ഇവിടെ വന്നിട്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ സൗണ്ടൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ ഭയങ്കര ഫാനിൻ്റെ സൗണ്ടും അങ്ങനെയൊക്കെയുള്ള കാരണം നല്ല രീതിക്ക് കേൾക്കത്തില്ലായിരുന്നു കേട്ടോ. ഇത് പിന്നെ എന്തോ ആണ്, എനിക്കറിയില്ല എന്തിനാണ് നമ്മൾ വെറുതെ പൊട്ടത്തരമൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, ബായ്.